മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കുടുംബനായകനാണ് ജയറാം. തൻ്റെ 60-ാം പിറന്നാൾ നിറവിലാണ് താരമിപ്പോൾ. കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിലനിൽക്കുമ്പോഴാണ് ജയറാമിന് പിറന്നാൾ കൂടി വന്നെത്തിയത്. ഇത്തവണ മധുരം കൂടുമെന്നാണ് ജയറാമും പാർവതിയും പറയുന്നത്. മരുമക്കൾ കൂടി കുടുംബത്തിലേക്ക് എത്തിയ ശേഷം വരുന്ന ആദ്യത്തെ പിറന്നാളാണ്. ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇത്തവണത്തെ ആഘോഷവും. പ്രായം 60-ലെത്തിയെങ്കിലും താൻ മനസ്സ് പറയുന്ന പ്രായത്തിനൊപ്പമാണെന്ന് ജയറാം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. കണ്ണദാസൻ പറഞ്ഞ വരികളുണ്ട്. ജനിക്കുന്ന വയസ്സൊന്ന്, പള്ളിക്കൂടത്തിൽ ചേർക്കാനായി കൊടുക്കുന്ന കള്ളവയസ്സൊന്ന്, അത് കഴിഞ്ഞ് ജോലി കിട്ടാനും മറ്റും ജീവിതത്തിലെ ഘട്ടങ്ങളിൽ പറയുന്ന വയസ്സ് ഒരുപാടുമുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വയസ്സുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രായം കുറവാണ്. എൻ്റെ SSLC ബുക്കും പാസ്പോർട്ടും നോക്കിയാൽ 1965 ഡിസംബർ 10 എൻ്റെ ജനനത്തീയതി. അങ്ങനെ നോക്കിയാൽ എനിക്ക് 59 വയസ്സേ ഉള്ളൂ. 60 തുടങ്ങുന്നുവെന്നും വേണമെങ്കിൽ മനസ്സിലാക്കാം. എൻ്റെ പ്രായം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നരയും ശരീരത്തിലെ ചുളിവുകളുമെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ മെച്ചോർഡായി എന്ന് തോന്നുക കൂടി ചെയ്യും പ്രായം കൂടുമ്പോഴെന്ന് പിറന്നാൾ ദിനത്തിൽ നൽകിയ അഭിമുഖത്തിൽ ജയറാം പറയുന്നു. ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ്. കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം 25 ആണെങ്കിൽ ആനയ്ക്കും പൂരത്തിനുമൊപ്പം കൂടുമ്പോൾ ആ പ്രായം 20-ലും 18-ലും എത്തും. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം 70 വയസ്സുള്ള അപ്പൂപ്പനാകും. അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ്. ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിൻ്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത്. അത് തേക്കടിയിൽ വെച്ചാണ്. പ്രിയ ഭാര്യ പാർവതി പറയുന്നു. 60-ലൊരിക്കൽ കൂടി പാർവതിക്ക് താലി കെട്ടാനുള്ള ആ ആഗ്രഹവും ജയറാമിനുണ്ട്. അതിനുള്ള താലി വരെ റെഡിയാണത്രേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആചാരപ്രകാരം 60-ാം വയസ്സിൽ ഒരു താലി കൂടെ കെട്ടണമെന്നാണ്. 70-ലും കെട്ടണമെന്ന്. ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു. എൻ്റെ പെങ്ങളാണ് അത് തരേണ്ടത്. എല്ലാം റെഡിയാക്കി വെച്ചതുമാണെന്ന് ജയറാം പറഞ്ഞു. പിന്നീട് മടിക്കാനുള്ള കാരണം ജയറാം പറയും മുമ്പ് പാർവതി പറഞ്ഞു. വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ 60 ആയി എന്ന് അറിയില്ലെന്ന് ഓർത്തതുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതിയുടെ കൗണ്ടർ. കുടുംബം എപ്പോഴും ജയറാമിൻ്റെ പിറന്നാൾ വലിയ ആഘോഷമാക്കുന്നവരാണ്. മക്കളും ഭാര്യയുമെല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്ക് അതിനൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു. എനിക്കെല്ലാ പിറന്നാളിനും സർപ്രൈസുകളുടെ ബഹളമാണ്. അശ്വതിയും കുട്ടികളും എനിക്കത് തരും. പക്ഷേ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും മറന്നുപോകും. ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല. എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ല താനും. അതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോകും. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിപ്പാകും പലപ്പോഴും. എൻ്റെ ഭാഗത്തുനിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്നും നടൻ പറഞ്ഞു. അവസാനിപ്പിച്ചപ്പോൾ താനില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്ഡ് ആകുമെന്നും പാർവതി കൂട്ടിച്ചേർത്തു. ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇല്ലാതെ പോകില്ല. ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്ഡാണ് ജയറാം. എല്ലാത്തിനുമൊപ്പം തന്നെ വേണം, പാർവതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് മകൻ്റെ വിവാഹം നടത്തിയ ശേഷം ചെന്നൈയിലേക്ക് കുടുംബം മടങ്ങിയെത്തിയതേയുള്ളൂ. ചെന്നൈ വിവാഹ റിസപ്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് താരകുടുംബം.